നമസ്കാരം. ഹാർട്ട് അറ്റാക്കിന് മുമ്പേ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങൾ നോക്കാം. ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് മുൻപ് ചില സമയങ്ങളിൽ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തരാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങളെ മനസ്സിലാക്കി കൃത്യമായ ചികിത്സ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ തീർച്ചയായും മുൻകരുതൽ എടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയ്ക്ക് കാരണം രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം രോഗമുള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് എല്ലാം നിയന്ത്രണ വിധേയമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നെഞ്ചുവേദന. ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും സാധാരണവും തിരിച്ചറിയാൻ കഴിയുന്നതുമായ ലക്ഷണം നെഞ്ചുവേദനയോ നെഞ്ചിലെ അസ്വസ്ഥതയോ ആണ്. നെഞ്ചിൻ്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ ഇറുകിയതുപോലെയോ സമ്മർദ്ദമായോ ഞെരുക്കമായോ തോന്നാം. ലക്ഷണങ്ങൾ നെഞ്ചിനു പുറമെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചേക്കാം. ഇടനെഞ്ചിൽ തുടങ്ങി അവിടെ നിന്നും വിട്ടുമാറി കഴുത്തിൽ തുടങ്ങി ഇടത് തോളിലും ഇടത് കൈകളിലും അതല്ലെങ്കിൽ താടി എല്ലുകളിലും മാത്രമായി അനുഭവപ്പെടാം. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. നെഞ്ചുവേദന ഇല്ലാത്തപ്പോഴും ഈ ലക്ഷണം പ്രകടമാക്കാം. നടക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഉള്ള ശ്വാസതടസ്സം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഹൃദയാഘാതം അനുഭവപ്പെടുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് ഓക്കാനമുണ്ടാകാം, അല്ലെങ്കിൽ ദഹനക്കേടിന് സാമ്യമുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. അമിത വിയർപ്പാണ് മറ്റൊരു ലക്ഷണം. പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പൊതുവെ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾ പെട്ടെന്ന് വിയർക്കുകയാണെങ്കിൽ അത് അവഗണിക്കരുത്. അമിതമായ ക്ഷീണമോ തളർച്ചയോ ഒക്കെ ഇതിൻ്റെ സൂചനകളാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.